10ാം ക്ലാസ്സിലെ 10ാം പാഠത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നക്കിറ, മഅരിഫ എന്നിവയെക്കുറിച്ചാണ്. എന്താണ് നക്കിറ, എന്താണ് മഅരിഫ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ നിർണയിക്കപ്പെടാതെ പറയുന്നതിന് നക്കിറ എന്ന് പറയുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം. റജുലുൻ, ഇംറഅത്തുൻ, കിതാബുൻ. ഈ പദങ്ങളൊക്കെ നിർണയിക്കപ്പെടാതെ പറയുന്ന പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവകൾ നക്കിറയുടെ ഇനങ്ങളിലാണ് പെടുന്നത്. എന്നാൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ നിർണയിച്ച് പറയുന്നതിന് മഅരിഫ എന്ന് പറയുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം. ഖാലിദ്, അൽ കിതാബ്. ഇവകളൊക്കെ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ നിർണയിച്ചു കൊണ്ട് പറയുന്ന പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ മഅരിഫയുടെ ഗണത്തിലാണ് പെടുക. കൂടുതൽ വിവരങ്ങളും കൂടുതൽ ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. ജാഅ റജുലുൻ വദഖല ഫിൽ മസ്ജിദി വസല്ല റകഅതൈൻ. ഒരാൾ വന്ന് പള്ളിയിൽ പ്രവേശിക്കുകയും 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്തു. വറആഹു ഖാലിദുൻ ഇമാമുൽ മസ്ജിദി വകാനത്ത് സ്വലാത്തു ദാലിക റജുലി ഗൈറ സഹീഹത്തിൻ. ആ പള്ളി ഇമാമായ ഖാലിദ് അത് കാണുകയും ചെയ്തു. ആ ആളുടെ നിസ്കാരം ശരിയായിരുന്നില്ല. ലിഅന്നഹു കാന സജദ അല അമാമത്തിഹി. കാരണം അയാൾ തൻ്റെ തലപ്പാവിന്മേലായിരുന്നു സുജൂദ് ചെയ്തത്. വഖാല അൽ ഇമാമു ബഅദൽ ഫറാഗി മിന സ്വലാത്തി ലാ യസിഹു സുജൂദു അലൽ ഇമാമത്തി ഫസ്തഇനി ഫി സ്വലാഹ്. അയാൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇമാം പറഞ്ഞു, നെറ്റിമറയില്ലാത്ത വിധം നിലത്ത് കൊള്ളാതെ തലപ്പാവിന്മേൽ സുജൂദ് ചെയ്താൽ നിസ്കാരം സാധുവാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം പുതുക്കുക. ഈ പാഠഭാഗത്ത് നിറം നൽകപ്പെട്ട റജുലൻ എന്ന പദം നിങ്ങൾക്ക് കാണാം. ഈ പദം നിർണയിക്കപ്പെടാത്ത ഏതോ ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് നക്കിറ എന്ന് പറയപ്പെടും. നിർണയിക്കപ്പെടാത്ത ഏതോ ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്ന ഈ പദത്തിന് നക്കിറ എന്നാണ് പറയുക. നിറം നൽകപ്പെട്ട പദമായ ഖാലിദുൻ എന്നുള്ളത് നിർണിതമായ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് മഅരിഫ എന്ന് പറയുന്നു. നിർണയിക്കപ്പെടാത്ത പദത്തിന് നക്കിറ എന്നും നിർണയിക്കപ്പെട്ട പദത്തെ മഅരിഫ എന്നും പറയുന്നു. ഒരു വർഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ നക്കിറ ആ വർഗത്തിലെ ഏതിനെ സൂചിപ്പിക്കാനും അത് ഉപയോഗിക്കും. ഉദാഹരണമായി ഒരാൾ, ഒരു സ്ത്രീ എന്നൊക്കെ പറയും പോലെ ഇവകൾ വർഗത്തിൽപ്പെട്ട ഏതിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അറിയപ്പെട്ട അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നവയാണ് മഅരിഫ. അറിയപ്പെട്ടതോ അല്ലെങ്കിൽ പരിചയപ്പെട്ടതിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നവയാണ് മഅരിഫ എന്നത്. ഉദാഹരണമായി ഖാലിദ്, സുബൈർ എന്നൊക്കെ പറയും പോലെ. മഅരിഫ 6 തരമുണ്ട്. 1 അല്ലമാഇറു, സർവനാമങ്ങൾ. 2 അലം, സ്വന്തമായ പേര്. 3 ഇസ്മുൽ ഇഷാറ, സൂചക നാമം. 4 ഇസ്മുൽ മൗസൂൽ, സംയോജക നാമം. 5 അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി, അലിഫ് ലാം ചേർന്ന പദം. 6 അൽ മുലാഫു ഇലൽ മഅരിഫത്തി. ഈ പറയപ്പെട്ട മഅരിഫയായ 5 നാമങ്ങളിലേക്ക് ചേർക്കപ്പെട്ട നാമം. ഈ 6 തരമാണ് മഅരിഫയുള്ളത്. ഒരു ബൈത്ത് നമുക്ക് നോക്കാം. ഗൈറുഹു മഅരിഫത്തുൻ കാഹും വദി വഹിന്ദ വബ്നി വൽ ഗുലാമി വല്ലദി. സർവനാമമായ ഹും, സൂചക നാമമായ ദി, അലമായ ഹിന്ദ്, നിർണിത നാമത്തിലേക്ക് ഇലാഫത്ത് ചെയ്ത ഇബ്നി, അലിഫ്ലാം ചേർന്ന അൽ ഗുലാം, സംയോജക നാമമായ അല്ലദി എന്നിവ പോലെ സാമാന്യ നാമങ്ങൾ അഥവാ നക്കിറ അല്ലാത്ത 6 ഇനം നാമങ്ങൾക്ക് മഅരിഫ എന്ന് പറയുന്നു. ഇവിടെ സർവനാമമായ ഹും, സൂചക നാമമായ ദി, അലമായ ഹിന്ദ്, നിർണിത നാമത്തിലേക്ക് ഇലാഫത്ത് ചെയ്ത ഇബ്നി, അലിഫ്ലാം ചേർന്ന അൽ ഗുലാം, സംയോജക നാമമായ അല്ലദി എന്നിവ പോലെ സാമാന്യ നാമങ്ങളല്ലാത്ത അഥവാ നക്കിറ അല്ലാത്ത 6 ഇനം നാമങ്ങൾക്ക് നിർണിത നാമങ്ങൾ അഥവാ മഅരിഫ എന്ന് പറയുന്നു. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അന്നക്കിറത്തു മാഹിയ, എന്താണ് നക്കിറ? അന്നക്കിറത്തു മാ ശാഅ ഫി ജിൻസിൻ ഫയുസ്തഅമലു അല അയ്യി ഫർദിൻ മിൻഹു.
ഒരു വർഗത്തിലെ നിർണിതമല്ലാത്ത ഏതിനെയും ഉദ്ദേശിക്കുന്നതാണ് നക്കിറ. അഖ്സാമുൽ മഅരിഫത്തി കം ഹിയ, മഅരിഫയുടെ ഇനങ്ങൾ എത്ര? 6. അൽ മഅരിഫത്തു മാഹിയ, എന്താണ് മഅരിഫ? അൽ മഅരിഫത്തു മാ വുദിയ ലിമഅഹൂദിൻ മുഅയ്യനിൻ, നിർണിതമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നതാണ് മഅരിഫ. നിർണിതമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നതാണ് മഅരിഫ. മഅരിഫയുടെ വിഭാഗങ്ങൾ ഏതെല്ലാം? അഖ്സാമുൽ മഅരിഫത്തി മാഹിയ, അഖ്സാമുൽ മഅരിഫത്തി മാഹിയ, മഅരിഫയുടെ വിഭാഗങ്ങൾ ഏതെല്ലാം, അഥവാ മഅരിഫ ഏതൊക്കെയാണ്? അല്ലമാഇറു വൽ അലമു വ അസ്മാഉൽ ഇഷാറ വൽ മൗസൂലു വൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി വൽ മുലാഫു ഇലാ വാഹിദി മിമ്മ ദുക്കിറ. സർവനാമങ്ങൾ, അലം, സൂചകനാമം, സംയോജകനാമം, അലിഫ്ലാം ചേർന്നത്, അതേപോലെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ഖണ്ഡികയിൽ നിന്ന് ഫിഅലുകളെയും നക്കിറയെയും മഅരിഫയെയും വേർതിരിക്കാം. കതബ ജുനൈദുൻ ഇല അഖീഹി റിസാലത്തൻ യദ്കുറു ഫിഹാ അന്ന ഉനാസൻ മിനൽ ജഹ്ലത്തിൽ മുൽഹിദീന തഖൂലൂന ലാ യുഹ്ലികുന ഇല്ല ദഹ്റു ഫഅജാബ ഫി റിസാലത്തിഹി നഅം യദ്ദഇ ബഅദുൻ നാസി അന്ന ദഹ്റ ഹുവ അൽ ഫഅാലു വയുൻകിറു ഖാലിഖൻ വറാസിക. ജുനൈദ് അവൻ്റെ സഹോദരന് ഒരു കത്തെഴുതി. അതിലവൻ പറയുന്നു, യുക്തിവാദികളും ദൈവനിഷേധികളുമായ ചില വിഡ്ഢികൾ പ്രകൃതിയല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അവൻ്റെ കത്തിൽ അവൻ തന്നെ ഉടൻ മറുപടി എഴുതി, അതെ, പ്രകൃതിയാണെല്ലാം നിർവഹിക്കുന്നതെന്ന് ചില ആളുകൾ വാദിക്കുകയും സൃഷ്ടാവും അന്നദാതാവുമായവനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ ഖണ്ഡികയിൽ പറഞ്ഞ പദങ്ങളിൽ നമുക്ക് അഫ്ആലുകളെയും നക്കിറയെയും മഅരിഫയെയും വേർതിരിക്കാം. ഫിഅലുകൾ കതബ, യദ്കുറു, യഖൂലൂന, ലാ യുഹ്ലികു, അജാബ, യദ്ദഇ, യുൻകിറു ഇവകളൊക്കെ ഫിഅലുകളാണ്. എന്നാൽ റിസാലത്തൻ, ഉനാസൻ, ഖാലിഖൻ, റാസിഖൻ എന്നുള്ളതൊക്കെ നക്കിറയാണ്. എന്നാൽ ജുനൈദുൻ, അഖീഹി, അൽ ജഹ്ലത്തു, അൽ മുൽഹിദീന, അദ്ദഹ്റു, റിസാലത്തിഹി, ബഅദുൻ നാസി, ഹുവ, അൽ ഫഅാൽ ഇവകളൊക്കെ മഅരിഫകളുമാണ്. ഇവയിൽ നിന്ന് ഫീലുകളെയും നക്കിറകളെയും മഅരിഫകളെയും നമ്മൾ വേർതിരിച്ചു.